ഹായ് ഓൾ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. അത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ട്. ഈ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ചെമ്മീനിൻ്റെ ഫുൾ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സീക്രട്ടുകളൊക്കെ ഉണ്ട്. അതും ഞാനിവിടെ ഷെയർ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ ഇനി നമുക്ക് റെസിപ്പിയിലോട്ടേക്ക് പോകാം. അപ്പോൾ ചെമ്മീൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതൊക്കെയാണ് കേട്ടോ ഇൻഗ്രീഡിയൻസ്. ബിരിയാണി അല്ല, അതുകൊണ്ട് കുറച്ചധികം ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ഇവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ 4 പേർക്കുള്ള ബിരിയാണിയുടെ അളവാണ് പറയുന്നത്. ഏകദേശം 1/2 കിലോ ചെമ്മീൻ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ബിരിയാണി ഉണ്ടാക്കുമ്പോഴേ എല്ലാ വെജിറ്റബിൾസും എല്ലാം കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ ഇതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ചെമ്മീനൊന്ന് മാരിനേറ്റ് ചെയ്യണം. ഞാനൊരു മീഡിയം വലിപ്പമുള്ള ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു 500 ഗ്രാം ഉണ്ട്. ഫസ്റ്റ് നമുക്ക് ഇതിലോട്ടേക്ക് ഒരു 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ നാരങ്ങാ നീര്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സോൾട്ടും കൂടി ആഡ് ചെയ്യണേ, എന്നോട് മറന്നുപോയതാ. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് അധികം നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട. ഒരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി നമുക്ക് ചെമ്മീൻ സ്റ്റോക്ക് പ്രിപ്പയർ ചെയ്യാം. ഈ സ്റ്റോക്ക് വാട്ടർ പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ റൈസിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് കുറച്ചുകൂടി എക്സ്ട്രാ ചെമ്മീൻ ഫ്ലേവർ കിട്ടും നമ്മുടെ റൈസിന്. ഇനി ഇതൊരു 1/2 മണിക്കൂർ ചെറുതിയിൽ വെച്ച് വറ്റിച്ചെടുക്കണം. അതുകൊണ്ടാണ് ഞാനിത് കുറച്ച് മുന്നേ പ്രിപ്പയർ ചെയ്യുന്നത്. ഇതൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ്. ഇതൊക്കെ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ സ്റ്റോക്ക് ഉണ്ടാക്കാൻ ചെമ്മീൻ്റെ തലയാണ് വേണ്ടത്. ഞാനൊരു 10-15 എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ഏലക്ക, 2 ഗ്രാമ്പൂ, പിന്നെ 1 ടീസ്പൂൺ പെപ്പർ കോണ്. ഇനി വേണ്ടത് വെള്ളമാണ്. വെള്ളത്തിന് ആരും കണക്കില്ല. ഞാനിതൊക്കെ മുങ്ങി നിൽക്കുന്നവരെയുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് വറ്റിച്ചെടുത്തിട്ട് ഒരു 1 കപ്പാക്കി എടുക്കണം. ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. തിളച്ചതിന് ശേഷം ഇതുപോലെ നുര വരും. അതിനുശേഷം നമുക്ക് ഫ്ലെയിമിന് ലോലാക്കിയിട്ട് ഇത് വറ്റിച്ചെടുക്കണം. ഇത് ഒരു 1/2 കപ്പ് വെള്ളം നമുക്ക് കിട്ടുന്ന ലെവൽ വരെയാണ് ഇത് വറ്റിക്കേണ്ടത്. ഇത് അവിടുന്ന് റെഡി ആയിക്കോട്ടെ. ഇനി നമുക്ക് ബാക്കി പണികൾ നോക്കാം. ഇനി നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു പാനിൽ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചെമ്മീനെല്ലാം ഇട്ട് കൊടുക്കാം. ഇത് ഓവറായിട്ട് കുക്കാവുണ്ട് കേട്ടോ. ഒരു 60% ഫ്രൈ ആയാലും നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ തന്നെ ഒരു 60% കുക്ക് ചെയ്തെടുക്കാം. ബാക്കി ഇത് മസാല ഉണ്ടാക്കുമ്പോൾ അതിൽ കിടന്ന് വെന്തോളൂ കേട്ടോ. ഇത് 2 സൈഡും ഒരു മീഡിയം കുക്കായിക്ക് ഇനി വറുത്ത് കോരി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ജിഞ്ചർ ഗാർലിക് ചില്ലി ക്രഷ് ചെയ്തെടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ജാറിലോട്ട് ജിഞ്ചറും ഗാർലിക്കും ചില്ലിയും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും ഇതിലോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഈ ഒരു പാകത്തിലാണ് വേണ്ടത്. ഓവറായിട്ട് ഗ്രൈൻഡ് ചെയ്ത് പോകരുത്. ഇതിൽ നിന്നൊരു 1 ടീസ്പൂൺ നമുക്ക് മാറ്റി വെക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് ആവശ്യമുണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മുടെ ബിരിയാണിക്ക് കുറച്ച് ഫ്രൈഡ് ഓണിയൻ വേണം. അതിന് വേണ്ടി നമുക്ക് കുറച്ച് സവാള ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എല്ലാ ഐറ്റം ഫസ്റ്റ് തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കും. എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ബിരിയാണി ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ടോട്ടൽ 3 വലിയ ഉള്ളിയാണ് എടുത്തത്. അതിൽ നിന്ന് 1 ഉള്ളി എടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിക്ക് ഇനി ഇത് വറുത്ത് കോരി മാറ്റി വെക്കാം നമുക്ക്. ഓയിൽ ഇവിടെ എന്തായാലും ചൂടായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ദമ്മിനുള്ള കാഷ്യൂ നട്ട്സും മുന്തിരിയും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഈ കാഷ്യൂ നട്ട് മുന്തിരി അതിനൊന്നൊരു കണക്കൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര എടുക്കാം കേട്ടോ. ഈ കാഷ്യൂ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം.
ഈ ഒരു പരുവത്തിലിട്ടാ. ഇനി നമുക്കിത് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കറുത്ത മുന്തിരി കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഇതിടുമ്പം തന്നെ ഗോൾഡൻ കളറാവും, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വറുത്ത് പോരണം കേട്ടോ. ഈ ഫ്രൈ ചെയ്ത കാഷ്യൂനട്ടോ റൈസിൻസൊക്കെ അവിടെ മാറ്റി വെക്കുക. അതിപ്പോൾ ആവശ്യമില്ല, നമുക്ക് ദം ചെയ്യുമ്പോൾ അതൊക്കെ ആവശ്യമുള്ളൂ. ഇനി നമുക്ക് മസാല പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ, 1 ടേബിൾ സ്പൂൺ നെയ്യാണ് എടുത്തിരിക്കുന്നത്. നെയ്യ് ഞാൻ 6 kg ആണ് എടുത്തിരിക്കുന്നത്. ഇനി നേരത്തെ ചെമ്മീൻ ഫ്രൈ ചെയ്യുമ്പോൾ ബാക്കി വന്ന് കുറച്ച് ഓയിലുണ്ടേനു, അതും കൂടി ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല ഫ്ലേവർ കിട്ടും. ഇനി ഇതിലോട്ടേക്ക് 2 വലിയ ഉള്ളി കട്ട് ചെയ്താണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഇതിനെ ഒരു 2 മിനിറ്റ് ഫസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലോട്ടുള്ള ബാക്കി ഐറ്റംസ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം ഒരു 1 മിനിറ്റ് കൂടി നമുക്ക് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് നേരത്തെ നമ്മൾ ചതച്ച് മാറ്റി വെച്ചിട്ടില്ലേ ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലി പേസ്റ്റ്, അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക്. ഇനി ഇതും കൂടി ചേർത്ത് നമുക്ക് വഴറ്റാം. ഇതിപ്പോൾ നല്ല പോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ടേക്ക് പൊടികൾ ആഡ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഗരം മസാല ആഡ് ചെയ്യാം. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇതേ ഞാൻ ആഡ് ചെയ്യുന്നുള്ള പൊടികളായിട്ട് കേട്ടോ. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഇതിലോട്ടേക്ക് ഒരു വലിയ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി മസാലയും തക്കാളിയും ഒക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇനി ഇതിനെ നമുക്ക് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യാം. ഒരു 2 to 4 മിനിറ്റ് മതി. അപ്പോഴത്തേക്ക് ഇത് കുക്കായി കിട്ടും കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയും കൊടുക്കണേ. ഇത് ഒന്നും കൂടി വേവാനുണ്ട്. നമുക്കൊന്നും കൂടി ഇത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. തക്കാളി നല്ലപോലെ വെന്ത് ഉടഞ്ഞു കിട്ടണം, അതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഇപ്പം തക്കാളിയൊക്കെ വെന്ത് നല്ലപോലെ ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചെമ്മീനില്ലേ അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി മസാലയും ചെമ്മീനൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക്. ഇനി ഇതിലോട്ടേക്ക് ഒരു കൈപ്പിടി മല്ലിയില ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു കൈപ്പിടി പുതിനയിലയും കൂടി ഇതിലോട്ടേക്ക് ആഡ് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തൈരും 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ഉള്ളിയിൽ അതിൽ നിന്നൊരു 1/4 പോർഷൻ എടുത്തിട്ട് ഇതിലോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ബാക്കി നമുക്ക് ദം ചെയ്യും ആവശ്യമുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് അവിടെ മാറ്റി വെക്കണേ. ഇതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. അതിനുശേഷം ഇത് മൂടി വെച്ച് വേവിക്കാം നമുക്ക്. കാരണം നമ്മൾ ചെമ്മീൻ ഒരു 60% മാത്രമേ ഫ്രൈ ചെയ്തിട്ടുള്ളൂ, ബാക്കി കൂടി കുക്കാവണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് മൂടി വെച്ച് വേവിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണേ. ഇത് പെട്ടെന്ന് കുക്കാവും, നമുക്കൊരു 3 മിനിറ്റൊക്കെ കുക്ക് ചെയ്താൽ മതി. ഇപ്പം ചെമ്മീനൊക്കെ നല്ലപോലെ വെന്ത് വന്ന് നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതവിടെ മാറ്റി വയ്ക്കാം. ഇത് നമ്മളെ ചെമ്മീൻ സ്റ്റോക്കാണേ. ഇത് ഞാൻ 1 കപ്പ് സ്റ്റോക്ക് കിട്ടുന്ന പാകം എത്തിയപ്പോൾ പുറത്തേക്ക് എടുത്ത് വെച്ചു. ഇനി ഇതൊന്ന് അരിച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് റൈസ് പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് ഞാൻ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ നെയ്യാണ്. ഞാൻ 6 kg ആണ് എടുത്തിരിക്കുന്നത്. ഈ എണ്ണ ചൂടായതിനു ശേഷം നമുക്കിതിലോട്ടേക്ക് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കാം. അതൊക്കെ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനൊരു 10 സെക്കൻഡ് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു 1/2 കഷ്ണം ചെറിയ സവാള, ഇനി ഇതിലോട്ട് ചോപ്പ് ചെയ്ത ഒരു 1 ടേബിൾ സ്പൂൺ ക്യാരറ്റ്, ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് എടുത്താൽ മതി. ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി, ഒരു 30 സെക്കൻഡ്. ഇതിൻ്റെ കളറൊന്നും മാറൊന്നും വേണ്ട കേട്ടോ. ഇനി നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഫസ്റ്റ് ഇവിടെ നമ്മുടെ ചെമ്മീൻ സ്റ്റോക്കിലെ വെള്ളമാണ് ആഡ് ചെയ്യുന്നത്. അത് 1 ഗ്ലാസ് ഉണ്ട്. ഞാനിവിടെ 2 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്. 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളമാണ്. അതിലിപ്പം 1 ഗ്ലാസ് നമ്മൾ ചെമ്മീൻ സ്റ്റോക്കിലെ വെള്ളം ആഡ് ചെയ്തു. ഇനി നമുക്ക് ബാക്കി 3 ഗ്ലാസ് നോർമൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ കുറച്ച് എക്സ്ട്രാ ഉപ്പ് ആഡ് ചെയ്യണം, അപ്പാണ് കറക്റ്റ് ആയിട്ട് നമുക്ക് റൈസിൽ ഉപ്പ് കിട്ടുള്ളൂ.
ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലി ക്രഷ് ചെയ്തത് അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 1/4 കഷ്ണം തക്കാളി ചെറുങ്ങനെ മുറിച്ചിട്ടതും കൂടി ഇതിലോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ബേ ലീഫ് ഫസ്റ്റ് ഇട്ടോളൂ കേട്ടോ, എന്നോട് മിസ്സായി പോയത് കേട്ടോ. ഇപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 2 ഗ്ലാസ് ജീരകശാല റൈസാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ലപോലെ വാഷ് ചെയ്ത് വെള്ളമൊക്കെ കംപ്ലീറ്റ് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് തിളക്കുന്ന വെള്ളത്തിലൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് 1 ടീസ്പൂൺ നാരങ്ങാ നീര് ഒഴിച്ച് കൊടുക്കാം. നാരങ്ങാ നീര് ഒഴിച്ചാൽ റൈസൊക്കെ ഇങ്ങനെ വിട്ട് കിടക്കും, ഒട്ടിപ്പിടിക്കില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഈ റൈസ് ഇട്ട ഉടനെ തന്നെ നല്ലപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അടിയിൽ ടച്ച് ചെയ്തിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ റൈസ് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കില്ല. ഇനി ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം കൂടി ഇതിലോട്ടേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യണം. ഇതൊരു 7 to 12 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് കുക്കായി കിട്ടും. ഈ ബിരിയാണി റൈസും ഗീ റൈസും ഒക്കെ വെക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ പാടില്ല. ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ ഒന്ന് തുറന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, അത്രയേ വേണ്ടൂ. ഈ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇതൊരു 80% കുക്കായിട്ടുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് റൈസ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നത്, അതേ ചെയ്യണ്ടൂ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ റൈസ് കുഴഞ്ഞു പോകും, അതുകൊണ്ട് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിങ്ങനെ നമുക്ക് ബിരിയാണി റൈസ് എന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ വിട്ട് കിട്ടണം. ഇനി ഒരു 20% കൂടി വേവാനുണ്ട്. അതും നമുക്ക് അടച്ചു വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം. ഇപ്പോൾ കണ്ടില്ല, റൈസൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ദം ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കളർ റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ റോസ് വാട്ടറാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഫുഡ് കളറിന് പകരം മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ദമ്മിടാൻ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഈ ദമ്മിടുമ്പോഴില്ലേ ഈ മസാലേൻ്റെ മുകളിൽ നമുക്ക് വാഴയില വെച്ച് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ റൈസും മസാലയും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. വാഴയിലായതുകൊണ്ട് എയർ എല്ലായിടത്തും എത്തുകയും ചെയ്യും. ഇനി നമുക്ക് ഫസ്റ്റ് ലെയർ സെറ്റ് ചെയ്യാം. അതിനായിട്ട് റൈസ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഈ ഒരു പാകത്തിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ വെച്ചത് റോസ് വാട്ടറും മഞ്ഞളിൻ്റെ മിക്സില്ലേ അത് ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് ഗരം മസാല ഇതുപോലെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇനി നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ഉള്ളിയില്ല അതും, പിന്നെ കറുത്ത മുന്തിരിയും കാഷ്യൂ നട്ടും കൂടി ഇതിലോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് നെയ്യും അവിടെ ഇവിടെയാക്കി സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ. അപ്പം ദം ചെയ്തതിൻ്റെ ഫസ്റ്റ് ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ സെറ്റ് ചെയ്യാം. ഫസ്റ്റ് ലെയർ ചെയ്ത പോലെ തന്നെ സെക്കൻഡ് ലെയറിലും ചെയ്യാം. ഞാൻ ഇത് പറഞ്ഞിട്ട് പിന്നെ റിപ്പീറ്റ് ആക്കുന്നില്ല കേട്ടോ. ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ദമ്മാവാൻ വേണ്ടി അടുപ്പത്ത് വെക്കാം. അടിയിൽ എന്തെങ്കിലും ദോശപ്പാനറ്റം വെക്കണേ, അതിൻ്റെ മുകളിലാണ് ഈ ബിരിയാണി പോട്ട് വെക്കാൻ പാടുള്ളൂ. നമുക്കൊരു 1/2 മണിക്കൂറെങ്കിലും ദം ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. ഇതിപ്പോൾ നല്ല പോലെ ദമ്മായിട്ട് ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി സെർവ് ചെയ്യാൻ പോകുന്നതിന് മുമ്പിട്ട് നമുക്ക് റൈസിനെ മസാലേനെ സെപ്പറേറ്റ് ആക്കാം. ഇനി നമുക്ക് ഈ വാഴയില റിമൂവ് ആക്കാം. ഇവിടുന്ന് കുറച്ച് റൈസ് അവിടെ നിന്നോട്ടെ കേട്ടോ. ഇനി റൈസും മസാലയും നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.